Hi everyone, Jaifyskitchen welcome സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കുന്നുവെന്ന് വിശ്വസിക്കുന്നു. അടിപൊളി ബട്ടർ കേക്കിന്റെ റെസിപ്പി ആയിട്ടാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത്. വളരെ എളുപ്പത്തിൽ പെർഫെക്റ്റ് ആയിട്ടും ടേസ്റ്റ് ആയിട്ടും ബട്ടർ കേക്ക് എങ്ങനെ തയ്യാറാക്കാമെന്നാണ് ഞാൻ ഈ വീഡിയോയിൽ കാണിച്ചിരിക്കുന്നത്. കേക്ക് നല്ല സോഫ്റ്റ് ആയി പെർഫെക്റ്റ് സ്ട്രക്ചറിൽ വരാനുള്ള പല ടിപ്സും ഞാൻ ഇതിൽ പറഞ്ഞിട്ടുണ്ട്. സോ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ട് അതേപോലെ തന്നെ ഫോളോ ചെയ്യാൻ ശ്രമിക്കുക. 2.5 കിലോ വരുന്ന ബട്ടർ കേക്കാണ് ഞാൻ ഈ വീഡിയോയിൽ തയ്യാറാക്കിയിരിക്കുന്നത്. 1.5 കിലോ വരുന്ന കേക്ക് ഉണ്ടാക്കണമെങ്കിൽ എല്ലാ ഇൻഗ്രീഡിയൻസും നേർപാതി എടുക്കാൻ ശ്രദ്ധിക്കുക. ഇതിൽ ബട്ടറിന് പകരം മാർജറിൻ ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. മാർജറിൻ എന്താണെന്നും അത് ഉപയോഗിക്കേണ്ടത് എങ്ങനെയാണെന്നും ബട്ടറിന് പകരം മാർജിൻ ഉപയോഗിക്കാമോ എന്നുമൊക്കെ പലർക്കുമുള്ള സംശയമാണ്. നമുക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ ബട്ടർ ഒരു ഡയറി പ്രൊഡക്റ്റ് ആണ്. ക്രീം കടഞ്ഞ് നമുക്ക് വീട്ടിൽ തന്നെ ബട്ടർ ഉണ്ടാക്കാൻ സാധിക്കും. എന്നാൽ മാർജറിൻ വെജിറ്റബിൾ ഓയിലിൽ നിന്നും ഉണ്ടാക്കുന്ന ഒരു പ്രൊഡക്റ്റ് ആണ്. ബട്ടറോ മാർജറിനോ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചൂസ് ചെയ്യാം. ഹെൽത്തി ആയിട്ടുള്ളത് ബട്ടർ തന്നെയാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ബട്ടറിന് പകരം മാർജറിൻ എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്ന് ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. മാർജറിൻ എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്നതിനെക്കുറിച്ച് സംശയമുള്ളവർക്ക് ഈ വീഡിയോ വളരെ ഹെൽപ്ഫുൾ ആകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ബട്ടർ ഉപയോഗിക്കുന്നവരും ഇതേ രീതി തന്നെയാണ് കേട്ടോ ഫോളോ ചെയ്യേണ്ടത്. വളരെ ടേസ്റ്റിയും സോഫ്റ്റുമായിട്ടുള്ള ബട്ടർ കേക്കാണ് കേട്ടോ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. എൻ്റെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ കൂടി എനേബിൾ ചെയ്യാൻ ഓർക്കണേ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കില്ലല്ലോ. അപ്പോൾ നമുക്കുടനെ വീഡിയോയിലേക്ക് പോകാം. ഡ്രൈ ഇൻഗ്രീഡിയൻസ് എല്ലാം 3 പ്രാവശ്യം അരിച്ചെടുത്ത് മാറ്റി വയ്ക്കാം. വെള്ളമയം ഒട്ടുമില്ലാത്ത പാത്രത്തിൽ മാർജറിൻ അല്ലെങ്കിൽ ബട്ടർ ഇട്ട് ബീറ്റർ ഉപയോഗിച്ച് നന്നായി ബീറ്റ് ചെയ്യുക. നല്ല സോഫ്റ്റ് ആകുന്നത് വരെ ലോ ടു ഹൈ സ്പീഡിൽ ബീറ്റ് ചെയ്യുക. ബീറ്ററിന് പകരം കേക്ക് മിക്സറും ഉപയോഗിക്കാവുന്നതാണ്. 2.5 കപ്പ് പൗഡേർഡ് ഷുഗർ 3 പ്രാവശ്യമായിട്ട് ബീറ്റ് ചെയ്യുക. 10 മുട്ടയാണ് നമുക്കിതിലേക്ക് ആഡ് ചെയ്യേണ്ടത്. 10 മുട്ടയും ഒരുമിച്ച് ചേർത്ത് ബീറ്റ് ചെയ്യാതെ വീഡിയോയിൽ കാണിച്ചിരിക്കുന്ന പോലെ ഓരോ മുട്ടയായി ചേർത്ത് വേണം ബീറ്റ് ചെയ്യാൻ. മുട്ടയെല്ലാം നന്നായി ബീറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിലേക്ക് 2 ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് മിക്സ് ചെയ്യുക. ഇനി നമുക്ക് ബീറ്ററിൻ്റെ ആവശ്യമില്ല, ഇത് മാറ്റി വയ്ക്കാം. മാറ്റി വെച്ചിരിക്കുന്ന ഡ്രൈ ഇൻഗ്രീഡിയൻസ് 3-4 പ്രാവശ്യമായി ഇട്ട് വീഡിയോയിൽ കാണിച്ചിരിക്കുന്ന പോലെ കട്ട് ആൻഡ് ഫോൾഡ് മെത്തേഡ് ഉപയോഗിച്ച് മിക്സ് ചെയ്യുക. ഡ്രൈ ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്യുന്നതിനിടയിൽ 1/2 കപ്പ് പാല് 2 പ്രാവശ്യമായി ചേർത്ത് കൊടുക്കാം. റൂം ടെമ്പറേച്ചറിലുള്ള പാലായിരിക്കണം ഉപയോഗിക്കേണ്ടത്. കേക്ക് ബാറ്റർ ഇവിടെ റെഡിയായി കഴിഞ്ഞു. കേക്ക് ട്രേ ഗീ പുരട്ടി റെഡിയാക്കാം. കേക്ക് ട്രേയുടെ 1/4 ഭാഗം ബാറ്റർ ഒഴിച്ച് നന്നായി ടാപ്പ് ചെയ്ത് കൊടുക്കുക. പ്രീഹീറ്റ് ചെയ്ത ഓവനിൽ 180 ഡിഗ്രിയിൽ 30 മുതൽ 45 മിനിറ്റ് വരെ ബേക്ക് ചെയ്യുക. കുക്കറിലോ അപ്പച്ചെമ്പിലോ ബേക്ക് ചെയ്യാൻ വയ്ക്കുന്നവർ മീഡിയം ഫ്ലെയിമിൽ 35 മുതൽ 50 മിനിറ്റ് വരെ ബേക്ക് ചെയ്യുക. നിങ്ങളുടെ കയ്യിൽ ബട്ടർ പേപ്പർ ഇല്ല എങ്കിൽ വീഡിയോയിൽ കാണുന്ന പോലെ നെയ്യ് പുരട്ടിയ ശേഷം മൈദ തൂകി കേക്ക് ട്രേ റെഡിയാക്കാം. കുറച്ച് ബാറ്ററിലേക്ക് അല്പം യെല്ലോ കളർ ചേർക്കുന്നുണ്ട്. അതിലേക്ക് കുറച്ച് ടൂട്ടി ഫ്രൂട്ടി, ഉണക്കമുന്തിരി, കാഷ്യൂ നട്ട്സ് ഇവയെല്ലാം മൈദ പുരട്ടി ഇട്ട് കൊടുത്ത് മിക്സ് ചെയ്യുന്നുണ്ട്. ഇവിടെ കുഞ്ഞുങ്ങൾക്ക് കേക്കിൽ ടൂട്ടി ഫ്രൂട്ടിയും നട്ട്സും ഒക്കെ ഇടുന്നത് വളരെ ഇഷ്ടമാണ്. അതുകൊണ്ട് ഒരു കേക്ക് അവർക്ക് വേണ്ടി പ്രത്യേകം ഉണ്ടാക്കിയെന്നേ ഉള്ളൂ. അമ്മമാർക്ക് ഈ രീതിയും വേണമെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ബട്ടർ കേക്ക് ഇവിടെ റെഡിയായി കഴിഞ്ഞു. കറക്റ്റ് ബേക്കായോ എന്നറിയാൻ ടൂത്ത് പിക്ക് വെച്ച് ഒന്ന് കുത്തി ഇറക്കുക. ടൂത്ത് പിക്ക് നല്ല ക്ലീൻ ആണെങ്കിൽ കേക്ക് പെർഫെക്റ്റായി ബേക്കായിട്ടുണ്ട്. വായിലിട്ടാൽ അലിഞ്ഞു പോകുന്ന വളരെ ടേസ്റ്റി ആയിട്ടുള്ള ബട്ടർ കേക്കാണിത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. അടുത്ത വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. സ്റ്റേ ബ്ലെസ്ഡ് ആൻഡ് സ്റ്റേ സേഫ്.